ഇലോൺ മസ്കിൻ്റെ എക്സ് പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഗ്രോക്കാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ സ്വീകാര്യനായിരിക്കുന്നത്, സജീവമായിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്രോക്ക് നൽകുന്ന മറുപടികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിലാണ് ഗ്രോക്ക് മറുപടി നൽകുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് രസകരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അപഗ്രഥിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ രസകരമായ രീതിയിലൊക്കെ ഗ്രോക്ക് മറുപടി നൽകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ ഗ്രോക്ക് ശ്രദ്ധേയമാകാനും കാരണമായിട്ടുള്ളത്. പക്ഷേ ഇതിനോടകം തന്നെ നിരവധി വിവാദങ്ങളിൽ ഗ്രോക്ക് ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗ്രോക്കിൻ്റെ ഉള്ളടക്കം നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികളടക്കം ഹൈക്കോടതികളിലടക്കം കയറിയിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് പ്രധാന കാരണമായത് ഈ ഗ്രോക്ക് മറുപടി നൽകുന്ന രീതി തന്നെയാണ്. ഗ്രോക്കിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചും പ്രതികരിക്കുന്നു എന്നതാണ് ശ്രദ്ധ. ഇപ്പോൾ ഗ്രോക്കിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള മറുപടി ഗ്രോക്കിൽ നിന്നുണ്ടാകും. അങ്ങനെ ഒരു മറുപടി നൽകിയതിൻ്റെ പേരിലാണ് കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിട്ടുള്ളത്, പരാതി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര IT മന്ത്രാലയവും ഗ്രോക്കിനെ നിരീക്ഷിച്ചു വരികയാണ്. ഉള്ളടക്കം നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു വരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ഗ്രോക്ക് എന്ന് നമുക്ക് നോക്കാം. അജിംസ്, ഗ്രോക്ക് പരിശോധിച്ച് നോക്കിയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ? ഗ്രോക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നില്ല, കുറച്ച് പേർക്ക് അത് അവൈലബിൾ ആയിരുന്നു. പ്രീമിയം എക്സ് കസ്റ്റമേഴ്സ് ആയിരുന്നു. ഇപ്പോൾ നമുക്കത് അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 2-3 ആഴ്ചക്കിടയിലാണ് ഇന്ത്യയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രോക്കിനെ കുറിച്ച് മുമ്പ് എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാധാരണ ഒരു AI ചാറ്റ് ബോട്ടല്ല ഉദ്ദേശിക്കുന്നത്, കുറേ കൂടി ഹ്യൂമറസ് ആയിട്ടുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടികൾ, മനുഷ്യരെ പോലെ നമ്മൾ സംസാരിക്കും പോലെ തന്നെ മനുഷ്യരെ പോലെ പെരുമാറുന്ന ഒരു AI ചാറ്റ് ബോട്ടാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ എലോൺ മസ്ക് അത് പറയുമ്പോൾ ഉള്ളൊരു സംശയം, വ്യാപകമായ വരുന്ന സംശയം, ഒന്ന്, എലോൺ മസ്ക് തന്നെ പൊളിറ്റിക്കലി ബയസ്ഡ് ആണ്. അദ്ദേഹം ട്രംപിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഫ്രീ സ്പീച്ച് എന്ന പേരിൽ ഹേറ്റ് സ്പീച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഈ ഗ്രോക്കിൻ്റെ തന്നെ മറുപടിയിൽ ആരാണ് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്നതെന്ന് ചോദ്യത്തിന് ഗ്രോക്ക് പറയുന്ന മറുപടി മസ്കും ട്രംപും ആണെന്നാണ്. അപ്പോൾ മിസ്ഇൻഫർമേഷൻ പ്രചരിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലാത്ത ആളാണ്. വ്യക്തമായി ആൻറ്റി വോക്കാണ്, പുരോഗമന രാഷ്ട്രീയത്തോട് എതിരാണ് അദ്ദേഹം. വലതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങൾ അദ്ദേഹം പിന്തുടരുന്ന ആളാണ്. ആൻറ്റി ഇമിഗ്രേഷനാണ്, കുടിയേറ്റ വിരുദ്ധത അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ തുടങ്ങുന്ന AI ചാറ്റ് ബോട്ട് എങ്ങനെയായിരിക്കും സർക്കാസ്റ്റിക് ആവുക, എങ്ങനെയാകും അത് ബയാസ്ഡ് അല്ലാതിരിക്കുക, എങ്ങനെയായിരിക്കും അത് സത്യസന്ധമായ മറുപടി പറയുക എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് കൗതുകം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഈ 4 ആഴ്ചയായിട്ട് 2-3 ആഴ്ചയായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നമുക്കറിയാം. ഇന്ത്യ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സിൽ 116-ാം സ്ഥാനത്തുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം തുറന്നു പറയാൻ കഴിയില്ല. അപ്പോൾ മോദി ഫാഷിസ്റ്റ് ആണോ അല്ലയോ എന്ന് ഡിബേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് ഇപ്പോഴുള്ള മോദി ഭരണകൂടം, BJP, RSS ഇതൊക്കെ ഫാഷിസ്റ്റാണോ, അതല്ല അവർ കാണിക്കുന്ന ഫാഷിസ്റ്റ് പ്രവണതകളാണോ, അതല്ല നവഫാഷിസ്റ്റ് പ്രവണതകളാണോ എന്ന് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മളെ ഭരിക്കുന്നയാൾ ഫാഷിസ്റ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ധൈര്യമില്ല ആളുകൾക്ക്. അതിൻ്റെ പേര് ചിലപ്പോൾ ജയിലിൽ പോയേക്കാം. നമ്മുടെ ഭരണാധികാരി പ്രകടിപ്പിക്കുന്ന ഫാഷിസമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ പോയേക്കാം. അങ്ങനത്തെ ഒരു രാജ്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യ പഠനമില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ ഈ AI ചാറ്റ് ബോക്സ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അപ്പോൾ ഈ മോദി വിരുദ്ധരായ ആളുകൾ, അങ്ങനെ പറയാം, മോദി വിരുദ്ധരായ ആളുകൾ ഈ AI ചാറ്റ് ബോക്സിനോട് മോദിയെക്കുറിച്ചും BJPയെക്കുറിച്ചും RSSനെക്കുറിച്ചും ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഫൗണ്ടറായ സവർക്കറെക്കുറിച്ചും ഒക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിൽ അസാധാരണമായ രീതിയിൽ, ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ അസാധാരണമായ രീതിയിൽ അൺബയസ്ഡ് ആയിട്ടുള്ള മറുപടികൾ അത് തരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഈ BJP വിരുദ്ധ, മോദി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നവരെ സംബന്ധിച്ച് വലിയ ആഹ്ലാദാരവും ഉണ്ടാക്കി. കാരണം അവർക്ക് സ്വയം പറയാൻ കഴിയാത്ത കാര്യം ഈ AI ചാറ്റ് ബോക്സ് പറയുകയാണ്. അവർ ഒരുപക്ഷെ തുറന്നു പറഞ്ഞാൽ കേസ് നേരിടേണ്ടി വരുന്ന, അതായത് സവർക്കർ ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യത്തായ കോടതി മുഴുവൻ കയറി കിടക്കുന്ന രാഹുൽ ഗാന്ധി വധത്തിന് പിന്നിൽ RSSൻ്റെ ആശയമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യത്ത് എത്ര കോടതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് നടക്കുന്നത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥാനം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേസാവുകയും ഗ്രോക്ക് പറഞ്ഞാൽ പ്രശ്നമില്ലാതാവുകയും ചെയ്യുന്നു. ഇതാണ് ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതിനെ സംബന്ധിച്ച് അതിരേകമുണ്ടാക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നൽകുന്ന മറുപടി, എക്സിൻ്റെ ഈ ചാറ്റ് ബോക്സ് നൽകുന്ന മറുപടി കുറേ കൂടി വിറ്റിയാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ എൻ്റെ പൊന്നടാവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് സംസാരിക്കുക. അത്തരം ഭാഷ മലയാളം ഇല്ലാന്ന് തോന്നുന്നു. ഹിന്ദിയിൽ അത് സംസാരിക്കുന്നുണ്ട്. ഹിന്ദിയിൽ അതിനോട് ചീത്ത വിളിച്ചാൽ തിരിച്ചും ചീത്ത വിളിക്കും. വളരെ സൗഹാർദ്ദപരമായി കൂട്ടുകാർക്ക് സംസാരിക്കും പോലെയാണ് അത് സംസാരിക്കുന്നത് എന്നുള്ളതും രസകരമാണ്.
പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ എലോൺ മസ്ക് തന്നെ വിശദീകരിക്കുന്ന പ്രകാരം എല്ലാ AI ടൂളും എക്സ്റ്റെൻസീവായിട്ടുള്ള ട്രെയിനിങ്ങിന് വിധേയമാണ്. അതിന് കൊടുക്കുന്ന ഡാറ്റയും അതിന് കൊടുക്കുന്ന ട്രെയിനിങ്ങുമാണ് അത് നൽകുന്ന മറുപടി. അപ്പോൾ ഇപ്പോൾ ChatGPT ആവട്ടെ, കോപ്പൈലറ്റ്, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ആവട്ടെ, ജെമിനി ആവട്ടെ, ഇതെല്ലാം എക്സ്റ്റെൻസീവായിട്ടുള്ള ട്രെയിനിങ്ങിന് വിധേയമായിട്ടുള്ള ചാറ്റ് ബോട്ടുകളാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന ഡാറ്റ, ആ ഡാറ്റയുടെ വൈപുല്യം, അതിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഡൈവേഴ്സിഫൈഡ് ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ് അനുസരിച്ചാണ് അത് കൂടുതൽ ഡാറ്റ അനലൈസ് ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ എടുക്കുകയും കൂടുതൽ വിവരങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് മറുപടിയായി നൽകുന്നത്. അപ്പോൾ എക്സിൻ്റെ ചാറ്റ് ബോട്ടിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിട്ടുള്ള ഡാറ്റ മറ്റ് ചാറ്റ് ബോട്ടുകൾ, അതായത് ChatGPT ആവട്ടെ, ജെമിനി ആകട്ടെ, അത്രയും അളവിൽ ഡാറ്റ അതിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിൻ്റെ കാരണം അതിൻ്റെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് തന്നെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ചില സമയത്ത് അത് ഇതായി പോകുന്നുണ്ട്, അതിന് അനലൈസ് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. ലാർജർ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൽ അത് പരാജയപ്പെടുന്നുണ്ട്. അതിനർത്ഥം അതിന് ആ ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നാണ്. അതേസമയം എക്സിലെ കണ്ടൻറ്റ്, ഈ ട്വിറ്ററിലെ കണ്ടൻറ്റ് ധാരാളമായി ഇതിന് ഉപയോഗിക്കാൻ കഴിയുന്നത്, റിയൽ ടൈമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കുറേ കൂടി പോപ്പുലറായ പദാവലികൾ, കുറേ കൂടി ജനപ്രിയമായ മറുപടികൾ അതിന് കിട്ടുന്നത്. കാരണം ട്വിറ്ററിൽ ഓൾറെഡി ഉള്ള കണ്ടൻറ്റാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അതിന് വളരെ എളുപ്പത്തിൽ ബയസ്ഡ് അല്ലാതെ മറുപടി നൽകാൻ കഴിയുന്നുണ്ട്. അതേസമയം കുറേ കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് കിറ്റായി പോകുന്ന പോലും ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പോപ്പുലറായേക്കാം, ഗ്രോക്ക് കുറേ കൂടി പോപ്പുലറായേക്കാം. ആളുകളെ സംബന്ധിച്ച് എന്താണ് നിഷാദൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികൾ, ഒരു നിലപാട് ഒക്കെ പറയാൻ വളരെ എളുപ്പത്തിൽ അതിന് കഴിയും. കുറേ കൂടി നല്ല ഭാഷയിൽ, പോപ്പുലറായ ഭാഷയിൽ നിലപാട് പറയാൻ കഴിയും. പക്ഷേ ഈ പറയുന്ന ഒരു അക്കാഡമിക് തലത്തിൽ അതിന് എത്രമാത്രം ഇൻഡെപ്ത് ആയിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനി കൂടുതൽ ട്രെയിനിങ് കൊടുത്താൽ കഴിയുമായിരിക്കും. പക്ഷേ എലോൺ മസ്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എലോൺ മസ്കിൻ്റെ കാര്യം ട്രംപിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നതായിരിക്കും നാളെ തോന്നുക. അതുകൊണ്ട് നമുക്ക് അതിലൊരു കാര്യം പറയാൻ കഴിയില്ല. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ജനപ്രിയമാവും. പക്ഷേ ആഴത്തിലുള്ള പഠനത്തിന് ഗ്രോക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ചോദിക്കുന്ന ആളുകളുടെ ചോദ്യത്തിൻ്റെ സ്വഭാവം കൂടി പരിഗണിച്ചാണ് ഇത് മറുപടി നൽകുന്നതെന്നൊരു സംശയം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ അതിന് കണ്ടെത്താൻ കഴിയും എൻ്റെ ഒരു രാഷ്ട്രീയ ചായവ് എങ്ങോട്ടാണെന്ന്. അപ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു ആൽഗരിതം കൂടി അതിൻ്റെ മറുപടിയിലുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ എലോൺ മസ്കിൻ്റെയാണ്. കാരണം എക്സിൽ നിന്ന് അക്കാദമിക ലോകം പൂർണ്ണമായിട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ മുഴുവൻ ഈ എക്സ് പ്ലാറ്റ്ഫോം വിടുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ശാസ്ത്രവിരുദ്ധത, എലോൺ മസ്കിൻ്റെ ശാസ്ത്രവിരുദ്ധത, മിസ്ഇൻഫർമേഷൻ്റെ ആധിക്യം, ഇതുകൊണ്ടെല്ലാം പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എക്സ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രോക്ക് മാത്രമായിട്ട് ഞാൻ കുറേ കൂടി അക്കാദമിക്കായി കളയാം, ഞാൻ കുറേ കൂടി അൺബയസ്ഡ് ആയിട്ട് കൃത്യമായ വിവരങ്ങൾ നൽകാം എന്ന് മസ്ക് തീരുമാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് പോപ്പുലറായേക്കാം, പക്ഷേ ഡീപ്പർ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഇപ്പോൾ എന്തിനും ഏതിനും AI ടൂളുകളെ ആശ്രയിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തേത്. അവിടെ ഗ്രോക്ക് ഒരു മുതൽക്കൂട്ടാകുമോ അതോ ഗ്രോക്ക് പണി വാങ്ങിക്കുമോ? നിലപാടൊക്കെ ഇനി AI ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ജിംസ് പറയുന്നത്. എനിക്ക് തോന്നുന്ന അതിനകത്ത് കൗതുകരമായ കാര്യം, ഇപ്പം ChatGPT അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രോക്ക് അല്ലെങ്കിൽ ഡീപ് സീക്ക്, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്നോളജിയുടെ വരവ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമുണ്ടാകുമെന്ന് സത്യത്തിൽ ഇതുവരെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഇതിപ്പോൾ അങ്ങനെ ഒരു അത്യാഹിതം വന്നിരിക്കുന്നുള്ള അതിനകത്ത് ശ്രദ്ധേയമായ ഒരു ഡെവലപ്മെൻറ്റ്. കാരണം ഇന്ത്യയിലെ എല്ലാ സംഗതികളെയും അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ, രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തെ, സകലതിനെയും നിയമത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസിങ്ങിൻ്റെയൊക്കെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നിയന്ത്രിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് ഇദ്ദേഹം എന്താ പറയുന്നത്, സ്വാതന്ത്ര്യ സമരത്തിൽ RSകാർക്ക് പങ്കൊന്നും ഇല്ലായിരുന്നുവെന്ന്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും മാപ്പ് പറയുകയും ചെയ്ത ആൾക്കാരാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്. വേറൊരു വസ്തുவோട് വേറൊരു സംഗതി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാലോ. അതായത് ഈ ചാവ പോലുള്ള സിനിമകളൊക്കെ ഇറക്കിക്കൊണ്ട് ഈ ചരിത്രം എന്ന് പറയുന്ന സംഗതിയെ കംപ്ലീറ്റ് മാറ്റി എഴുതി RSകാരാണ് ഈ രാജ്യം ഉണ്ടാക്കിയത്. RSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും വീർ സവർക്കറും ഗോൾവർക്കറും അവരൊക്കെ കൂടിയിട്ടാണ് ഈ രാജ്യത്തിൻ്റെ ശിലവാകിയത്. മറ്റാർക്കും ഇതിലൊരു പങ്കാളിത്തം ഇല്ലായിരുന്നു.
എന്ന് പറയുന്ന പുതിയൊരു സംഗതി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2014 മുതലാണ് സത്യത്തിൽ ഇന്ത്യ തുടങ്ങിയത് തന്നെ എന്നും കൂടി പറയാണല്ലോ. 2014 മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ നല്ല കാലം തുടങ്ങിയത്. അതിന് മുമ്പ് ഇന്ത്യയുടെ നാശമായിരുന്നു. അങ്ങനെ പുതിയൊരു ആഖ്യാനം, പുതിയൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കെ അതിനെതിരായി സംസാരിക്കുന്ന എല്ലാ പഴുതുകളും അവർ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ഒരു സ്ഥാപനം വന്നിട്ട് അങ്ങനെയൊന്നും അല്ല, വേറെയും കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന സമ്മർദ്ദവും പ്രതിസന്ധിയും വലുതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇലോൺ മസ്കിനെ കൊണ്ട് ഇതുവരെ ദ്രോഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം നടത്തിക്കൊടുക്കുന്ന എക്സ് ആണ്. എക്സിൽ പരമാവധി വൃത്തിയോട് നമുക്ക് പറയാം, പരമാവധി വെറുപ്പ് പറയാം. പരമാവധി വെറുപ്പ് പറയാനുള്ള ചാൻസ് കിട്ടിയാൽ അത് ആരായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആരാണ്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എക്സിൽ വെറുപ്പ് പറയുന്നത്. അതിൻ്റെ പരമാവധിയിൽ ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് അവർ വളരെ ആഘോഷിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ എക്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ശല്യക്കാരനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പുതിയ പ്ലാറ്റ്ഫോം RSSകാർക്ക് ഇന്ത്യയുടെ ചരിത്ര നിർമ്മാണത്തിൽ പങ്കാളിത്തമൊന്നുമില്ല എന്ന് പറയാൻ തുടങ്ങിയതോടെ മസ്കിനെ എന്ത് ചെയ്യുമെന്ന ആലോചന സർക്കാരിന് മുമ്പിൽ കാണും. അങ്ങനെ എളുപ്പത്തിലൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം എന്താണ്? ആദരണീയനായ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം നമുക്കറിയാം. അത് ആവർത്തിച്ച് നരേന്ദ്രമോദി പറയുന്നുണ്ടല്ലോ. ഏറ്റവും അവസാനത്തെ പോഡ്കാസ്റ്റിൽ പോലും പറഞ്ഞു. അങ്ങനെ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളാരാണ്? മസ്കാണ്. ട്രംപിനെ കാണാൻ പോയ പ്രധാനമന്ത്രി അവിടെ പോയി മസ്കിൻ്റെ ഭാര്യയും കുറേ കുട്ടികളും, എനിക്കൊന്ന് അവരുടെ പെറ്റ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയിരുന്ന് വലിയതോ രാഷ്ട്ര നേതാവിനെ കാണുന്ന പോലെ ഏതൊരു കച്ചവടക്കാരനെ കാണാൻ പോയത്. അയാളുടെ കുടുംബം, കുട്ടികളൊക്കെ. നമ്മുടെ പ്രധാനമന്ത്രി പോകുന്ന ഒരു സദസ്സിൽ കൂടിക്കാഴ്ചയ്ക്ക് മസ്ക് വന്നേക്കുന്ന വീട്ടുകാരെയൊക്കെ കൂട്ടിയിട്ടാണ്. ഇനി കുട്ടികളുടെ ആയമാർ പോലും ഉണ്ടോ സംശയം അവിടെ. നിങ്ങൾ ആ പടം കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ പോയിരുന്ന് ബന്ധം ഉറപ്പിച്ച് വന്നതാണ്. കാരണം ഇനിയിപ്പോൾ മസ്കിനെ കണ്ടില്ലെങ്കിൽ ട്രംപിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് മസ്കിനെയും കണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും കണ്ട് കൊഞ്ചിച്ചിട്ടാണ് മോദിജിയുടെ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ മസ്ക് ഗ്രോക്കുമായിട്ട് വന്നിട്ട് മോദിജിയുടെ പിന്തലമുറക്കാർ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇതിങ്ങനെ പൂട്ടും. ഇപ്പോൾ അവർ കോടതിയിൽ പോയിരിക്കുന്നു. എന്താണ് ഇവിടെ ഈ പറയുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമൊന്നുമില്ലാന്ന്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഹിന്ദുത്വം പറയാം, നിങ്ങൾക്ക് വെറുപ്പ് പറയാം, നിങ്ങൾക്ക് ഔറംഗസീബിനെ പറയാം, ഔറംഗസീബിൻ്റെ പുതിയ തലമുറക്കാർ നാടിൻ്റെ ശത്രുക്കളാണെന്ന് പറയാം, നുഴഞ്ഞു കയറ്റക്കാർ നിങ്ങളുടെ താലിമാല കൊണ്ടുപോകുമെന്ന് പറയാം. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറം പോയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ സർക്കാർ കുഴപ്പമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അതിവിടെ ഇല്ലാത്തതാണ്. അത് മസ്കിന് എന്താണ് മനസ്സിലായിട്ടില്ലാത്തതാണ്. സോ അതിനാണ് അവർ ശ്രമിക്കുന്നത്. അത് കുഴപ്പത്തിലാവും. അപ്പോൾ മസ്കിനെ ഇവിടുന്ന് പൂട്ടിക്കുക, മസ്കിനെ എന്താ പറയുന്നത്, എലോൺ മസ്ക് ഈ രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുക, അമേരിക്കൻ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പം ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനിക്കെതിരെ വന്നപ്പോൾ അത് വേറെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു. മസ്കിനെ ഇപ്പോൾ എങ്ങനെ ഗൂഢാലോചകൻ, രാജ്യത്തിൻ്റെ ശത്രു, RSSൻ്റെ ശത്രു എന്നൊക്കെ എങ്ങനെ വിളിക്കും? കാരണം മസ്ക് ഇവരുടെ അടുത്ത സുഹൃത്തുമാണല്ലോ. ആ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ വെറുപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ വെറുപ്പിച്ചാൽ അത് ട്രംപിനെ വെറുപ്പിക്കലാവും. ട്രംപിനെ വെറുപ്പിച്ചാൽ അമേരിക്കയിൽ അദാനിക്കെതിരെ വലിയൊരു കേസ് കിടപ്പുണ്ട്. ഏറ്റവും അവസാനം പോയി വേണ്ടാത്ത F-35 വിമാനം നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന് എന്തിനാണെന്ന് പോലും അന്വേഷിക്കുമ്പോൾ വലിയൊരു കേസ് അമേരിക്ക കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് വളർന്നു വലുതാവാനുള്ള വലിയ മോഹവുമായി നടക്കുന്ന അമേരിക്കയിൽ വലിയ കോൺട്രാക്റ്റുകളുള്ള അദാനി, അദ്ദേഹത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും? മോദി ഒരു സ്ട്രോങ് പൊസിഷൻ അമേരിക്കയുടെ ഏതെങ്കിലും താല്പര്യങ്ങൾക്കെതിരായി എടുത്താൽ എന്ത് സംഭവിക്കും? അദാനി കുടുങ്ങും. അത് കയ്യിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്ന വിമാനങ്ങൾ മോദി വാങ്ങിക്കുമെന്ന കോൺഫിഡൻസിൽ ഏകപക്ഷീയമായി ട്രംപിന് പറയാൻ പറ്റുന്നത്. കാരണം ട്രംപിനറിയാം വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മസ്കുമായി ബന്ധപ്പെട്ട് ഒരു വളരെ കടുത്ത പൊസിഷൻ എടുക്കുക, BJPയുടെ എൻറ്റയർ സംവിധാനം മസ്കിനെ ആക്രമിക്കുക എന്നൊക്കെ ഉള്ളത് അങ്ങനെ സംഭവിച്ചാൽ അത് കൗതുകമായിരിക്കും. ഇപ്പോൾ അവരെങ്ങനെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. മസ്കിൽ നിന്ന് ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു പരമാവധി സ്വാതന്ത്ര്യത്തിൻ്റെ ആളാണ്. ആ പരമാവധി സ്വാതന്ത്ര്യം പരമാവധി വെറുപ്പും കൊണ്ടുവരും, പരമാവധി തുറന്ന ഉത്തരങ്ങളും കൊണ്ടുവരും. പക്ഷെ അത് താങ്ങാൻ ത്രാണിയുള്ള ഒരു എന്താ പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണകൂടമല്ല ഇന്ത്യയിലുള്ളത്. മാധ്യമ സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞ പോലെ 160-ാം സ്ഥാനത്താണ്. അഭിപ്രായപ്പെടുത്തുന്ന സ്വാതന്ത്ര്യവും ഒക്കെ എല്ലാം നമ്മൾ ഓരോ വർഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അതിലൊന്നും ഒരു പ്രശ്നവുമില്ലാന്ന് വിചാരിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ഒരു ഭരണകൂടം അവർക്ക് ഗ്രോക്കിനെ താങ്ങാൻ പാടായിരിക്കും. ഗ്രോക്ക് കൊണ്ട് പണിയിട്ട് ഒരാൾ കേരളത്തിലുണ്ട്. ഞാൻ സംഖ്യയല്ല എന്ന് പറഞ്ഞ ചാനൽ ചർച്ചകളിൽ പോകുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊരാൾ മലയാളത്തിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് പറയുന്നത് ഒന്നുകൊണ്ടുമല്ല, സംഖ്യയാണെന്ന് പറയുന്നത് കേരളത്തിൽ മോശമാണ്, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയാത്തത് എന്ന് മാത്രമല്ല ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്താൽ അയാൾ സംഖ്യ തന്നെയാണ് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. യെസ്, എന്തായാലും മസ്കിൻ്റെ ഗ്രോക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് BJPക്ക്, കേന്ദ്ര സർക്കാരിന് എന്നതിൽ സംശയമില്ല. ഗ്രോക്കിൻ്റെ പല മറുപടികളും അങ്ങനെയാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഗ്രോക്കിന് പണി വരും, തടയിടേണ്ടി വരും എന്നത് ഉറപ്പാണ്. അങ്ങനെയുള്ള നീക്കങ്ങൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം.